വേണുഗോപാൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ജനങ്ങളുടെ വോട്ട് പെട്ടിയിലാണ്. റിസൾട്ട് വരാൻ ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് ഈ കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. ഇത് മാധ്യമങ്ങൾ എന്തെങ്കിലും ഊഹിച്ചു പറയുക എന്നതല്ല. അതിനകത്ത് നിശ്ചയമായിട്ടും നടക്കുന്നുണ്ട് നീക്കങ്ങൾ എന്നതിൻ്റെ തെളിവുകളായിട്ട് കെ സുധാകരൻ അടക്കമുള്ള ഉന്നത നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ മഹേഷ് ചന്ദ്രൻ പറഞ്ഞു നിർത്തിയതുപോലെ ഇപ്പോൾ ഇരിക്കൂറിൽ നിന്ന് മത്സരിക്കാം. ഇരിക്കൂറിൽ സജീവ് ജോസഫ് മാറി തന്നുകൊള്ളും. സജീവ് ജോസഫിനോട് നേരത്തെ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു എന്ന കാര്യം പക്ഷേ പൊതുജന മധ്യത്തിൽ ചർച്ചയാകുന്നത് KC വേണുഗോപാൽ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് VD സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ ആളുകളും ചേർന്ന് ഇതിനെതിരായിട്ടുള്ള എതിർ നീക്കങ്ങളും തുടങ്ങും. അപ്പോൾ അങ്ങനെ എതിർ നീക്കങ്ങളിലേക്ക് പോകും സ്വാഭാവികമായിട്ടും. പക്ഷേ അത് റിസൾട്ടിന് ശേഷം മതിയെന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പിന് വിഘാതമാവുകയാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യമല്ല എന്നാണ് അല്പം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരം ചർച്ചകളിൽ തനിക്ക് താല്പര്യമില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ചില മാധ്യമങ്ങൾ ഞാൻ വട്ടപൂജ്യമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നും KC വേണുഗോപാൽ അവിടെ പറഞ്ഞു. നമുക്കത് കേൾക്കാം. 4-ാം തീയതി വരെ ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്ത ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. മഹേഷ് ചന്ദ്രൻ തുടരുന്നുണ്ട്. മഹേഷ്, നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ് എന്ന് KC വേണുഗോപാൽ പറയുമ്പോൾ ഒട്ടും ശാന്തരായിട്ടല്ല ഈ നേതാക്കൾ ആരും ഇരിക്കുന്നുണ്ടാവുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്കും അറിയാം. ഒരു 10 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ അധികാര പദവിയിലേക്ക് കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്, പുതിയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ലെങ്കിലും കോൺഗ്രസിനകത്ത് ഇതൊക്കെ അവരുടെ രാഷ്ട്രീയ സജീവതയെ നിലനിർത്തുന്ന സംഭവങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ UDF ആണ് വിജയിക്കുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള തർക്കങ്ങളിലേക്കും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കും കോൺഗ്രസിനകത്തെ തമ്മിലടിയിലേക്കുമൊക്കെ പോകുന്ന സാഹചര്യമുണ്ടാകും എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും വിചാരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ തമ്മിലടിയിലേക്കൊക്കെ പോകുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ നമ്മളെ പരിഹസിക്കും, മാധ്യമങ്ങളെ പരിഹസിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം ഒരു പാർട്ടിക്കകത്ത് നിന്ന് എന്ന തോന്നൽ ഉണ്ടാക്കാത്ത വിധമുള്ള വലിയ തമ്മിലടികൾ അധികാര പദവികളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസിനകത്ത് എന്നത്. എന്ന് മാത്രമല്ല, ഇവർ 3 പേരും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവരും അവരുടെ അനുയായികളും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിലോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലോ എന്തെങ്കിലും അത്ഭുതമുണ്ട് എന്നും പറയാനാവില്ല. അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിക്കുന്നത്. അധികാരം നേടിയിട്ട് അധികാര പദവി ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണല്ലോ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം ഉദ്ദേശം തന്നെയും. അതുകൊണ്ട് അതിലെന്തെങ്കിലും തെറ്റൊന്നും പറയാനില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം അവർക്കാണ് അധികാരം ലഭിക്കുന്നതെങ്കിൽ, ജനഹിതം അവർക്ക് അനുകൂലമാണെങ്കിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും, ഗ്രൂപ്പ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്, അല്ലേ? ഉറപ്പായിട്ടും സനീഷ്, നിർണായകമാകുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. മുസ്ലിം ലീഗ് ആ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അതൊരു വലിയ സ്വാധീനം, നിർണായക സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ ലീഗിനെ കൂടെ നിർത്താൻ, ലീഗിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ, ലീഗിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ ഈ 3 നേതാക്കളും നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത്തരം ശ്രമങ്ങൾ അവർ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നടത്തിയിട്ടുണ്ട്. റിസൾട്ട് വന്ന ശേഷം അത് കൂടുതൽ ശക്തമാകും. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആയിരിക്കും അറിയിക്കുക. അത് ഏറ്റവും നിർണായകമായ നിലപാട് ലീഗിൻ്റെതായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇങ്ങനെ UDF അധികാരം കിട്ടുകയാണെങ്കിൽ അതിൽ വലിയൊരു കാര്യത്തിൽ അവകാശപ്പെടാൻ കഴിയുന്ന വിജയത്തിന് കുത്തക അവകാശപ്പെടാൻ കഴിയുന്ന മുസ്ലിം ലീഗിനായിരിക്കും, മലബാറിലായിരിക്കും തേരോട്ടം ഉണ്ടാകുക എന്ന തരത്തിലേക്കുള്ള തരംഗം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള സൂചനകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞ ജനവിധി അനുകൂലമാണ് എങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൽ UDFിൻ്റെ മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നതിൽ നിർണായകമാകുന്ന ലീഗിൻ്റെ നിലപാട് കൂടിയാണ്. അതുകൊണ്ട് ലീഗിനെ കൂടി പ്രീണിപ്പിക്കാൻ, ലീഗിനെ കൂടി കയ്യിലെടുക്കാൻ, അവരെ കൊണ്ട് സമർദ്ദിച്ചെടുത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യവും അതിലും തർക്കമുണ്ട്. അത് ലീഗിനുള്ളിൽ പോലും തർക്കമുണ്ടാകുന്നതാണ് കാരണം. എന്തായാലും UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി, മന്ത്രിമാരെ ചൊല്ലിയുള്ള കാര്യങ്ങളിൽ തർക്കമുണ്ടാകും. വലിയ തലവേദനയായിരിക്കും അവർക്ക് മുന്നിൽ ഉണ്ടാവുക. പക്ഷേ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് കണ്ടതാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഇതേ പ്രശ്നമുണ്ടായി. വളരെയധികം വൈകി ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ ഉടനടി സ്ഥാനാർത്ഥി പട്ടിക എന്ന് VD സതീശൻ പറഞ്ഞെങ്കിൽ പിന്നീട് ദിവസങ്ങൾ എടുത്തു. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ അവസാനം ഇതെല്ലാം കൂടി കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട് എന്ന തരത്തിലേക്ക് മുന്നോട്ട് നീങ്ങാനുള്ള മെയ്വഴക്കം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നുള്ളത് കാണാതിരുന്നു കൂടാ സനീഷ്. ശരി, നന്ദി മഹേഷ്. പ്രധാനപ്പെട്ട വാർത്തയ്ക്കും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനും. സജീവ് ജോസഫ് MLA സ്ഥാനം രാജിവെച്ച് ഇരിക്കൂറിൽ നിന്ന്
ജനപ്രതിനിധിയാകാൻ പറ്റും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നത് വിധിക്ക് പിന്നാലെ തന്നെ ജനഹിതം പുറത്തു വന്നാൽ ഉടനെ തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് ആ നിലക്ക് ആ ഗ്രൂപ്പിൽ കെ.സി. വേണുഗോപാലിനടുത്ത് ആ വൃത്തങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കെ.സിയുടെ നീക്കം അതാണ്. ഇരിക്കൂറിൽ സജി ജോസഫിന് അത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസ് എന്ന് ഇതിലെല്ലാം ഒരു കൗതുകകരമായ കാര്യമുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് റിസൾട്ട് ജനഹിതം ഇതുവരെ വെളിവായിട്ടില്ല എന്നാണ്. വോട്ടർമാർ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ട് ഇപ്പോഴും പെട്ടിയിലാണ്. UDFന് അധികാരം കിട്ടുമെന്നാണ് അവരാകെപ്പാടെയും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ UDFന് അധികാരം കിട്ടിയാൽ ഉടനെ ഈ നേതാക്കൾക്കിടയിലുള്ള പ്രശ്നം വലുതായിട്ട് വരും എന്നൊരു രാഷ്ട്രീയ സ്ഥിതി സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കെ. സുധാകരനെ പോലെ വളരെ ഉന്നതമായ സ്ഥാനത്തുള്ള നേതാവടക്കം ഇക്കാര്യത്തിൽ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയാകണം നേരിട്ട് പറയുകയല്ലെങ്കിലും പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ ചർച്ചകളുടെ ആക്കം ഒന്നുകൂടെ കൂട്ടിയത്. നമുക്ക്